ഹായ് എവരി വൺ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ മൊഡ്യൂൾ 3 ആയിരുന്നു. അവിടെ നമ്മൾ ഹൗ ടു സോൾവ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, അതിന് മുമ്പ് ടൈപ്സ് ഓഫ് മെട്രിസസ് ഒക്കെ കണ്ടായിരുന്നു. മെട്രിസസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നു. ദെൻ അത് കഴിഞ്ഞ് ഒരു മെട്രിക്സിനെ എങ്ങനെ റോ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതിനുവേണ്ടി നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടു. ടൈപ്സ് ഓഫ് 3 റോ ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ കണ്ടു. ദെൻ അത് വെച്ച് ആ പ്രോപ്പർട്ടീസൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടോപ്പിക്കായിരുന്നു ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ്. ഒരു മെട്രിക്സ് തന്നാൽ ആ മെട്രിക്സിൻ്റെ ഹൗ ടു ഫൈൻഡ് ദ ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ് ഓഫ് എ ഗിവൺ മെട്രിക്സ്. അത്രയും ടോപ്പിക്സാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഇനി ആ ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സിൻ്റെ ഒരു ബാക്കി വരുന്ന ഒരു കണ്ടിന്യൂഷനായിട്ട് വരുന്ന പാർട്ടാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ഏഗൻ വാല്യൂസ്. ഏഗൻ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടീസ്. ഏഗൻ വാല്യൂവിന് നമ്മൾ ഓൾറെഡി വേറൊരു നെയിമും കൂടെ മെൻഷൻ ചെയ്യുമായിരുന്നു, സ്പെക്ട്രൽ വാല്യൂസ്. ഏഗൻ വാല്യൂസ് അല്ലെങ്കിൽ സ്പെക്ട്രൽ വാല്യൂസ് എന്ന് പറയുമായിരുന്നു. അപ്പം നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏഗൻ വാല്യൂസ് ഓഫ് എ ആൻഡ് എ ട്രാൻസ്പോസ് ആർ സെയിം. അതായത് എ എന്നൊരു മെട്രിക്സ് തന്നു, അതിൻ്റെ ഏഗൻ വാല്യൂസും എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, റോയും കോളോ ഇൻ്റർചേഞ്ച് എഴുതുന്ന മെട്രിക്സിനാണ് നമ്മൾ ട്രാൻസ്പോസ് ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ആ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ അതിൻ്റെ ട്രാൻസ്പോസ് ആയിട്ട് കിട്ടുന്ന മെട്രിക്സിൻ്റെയും ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് ലാംഡ ഈസ് ആൻ ഏഗൻ വാല്യൂ ഓഫ് എ ദെൻ ലാംഡ റേസ് ടു എൻ ഈസ് ആൻ ഏഗൻ വാല്യൂ ഓഫ് എ റേസ് ടു എൻ. അതായത് ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഒരു ഏഗൻ വാല്യൂ ആയിട്ട് 3 കിട്ടിയെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയറിൻ്റെ ഏഗൻ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? 3 സ്ക്വയർ ആയിരിക്കും. എ ക്യൂബിൻ്റെ ഏഗൻ വാല്യൂ എന്തായിരിക്കും? 3 ക്യൂബ് ആയിരിക്കും. അതുപോലെ ജനറലായിട്ട് നമ്മൾ പറയുന്നതാണ് എ റേസ് ടു എന്നിൻ്റെ ഏഗൻ വാല്യൂവിനെ നമുക്ക് 3 റേസ് ടു എൻ എന്ന് വിളിക്കാം. ഓക്കെ, 3 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഒരു ഏഗൻ വാല്യൂ ആണെങ്കിൽ 3 റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എന്നിൻ്റെ ഏഗൻ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് വരാറുണ്ട്. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് ഇഫ് ലാംഡ ഈസ് ആൻ ഏഗൻ വാല്യൂ ഓഫ് എ ദെൻ കെ ലാംഡ ഈസ് ആൻ ഏഗൻ വാല്യൂ ഓഫ് കെ. അതായത് സെയിം രീതിയിൽ തന്നെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഒരു ഏഗൻ വാല്യൂ ആണ് 2 എങ്കിൽ 3 എയുടെ ഏഗൻ വാല്യൂ എന്തായിരിക്കും? 3 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആയിരിക്കും. അതുപോലെ തന്നെ 4 എയുടെ ഏഗൻ വാല്യൂ എന്തായിരിക്കും? 4 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഒരു ഏഗൻ വാല്യൂ ആയിരിക്കും. അപ്പോൾ ആ സെയിം കോൺസ്റ്റൻറ്റ് കൊണ്ട് ആ ഏഗൻ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് നെക്സ്റ്റ് പ്രോപ്പർട്ടി. ഇനി അടുത്ത പ്രോപ്പർട്ടി ഇഫ് ലാംഡ ഈസ് ആൻ ഏഗൻ വാല്യൂ ഓഫ് എ ദെൻ ലാംഡ മൈനസ് കെ ഈസ് ആൻ ഏഗൻ വാല്യൂ ഓഫ് എ മൈനസ് കെ ഐ. അതായത് സെയിം രീതിയിൽ തന്നെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂ ആണ് 3 എങ്കിൽ എ മൈനസ് 4iയുടെ ഏഗൻ വാല്യൂ എന്തായിരിക്കും? 3 മൈനസ് 4 ആയിരിക്കും. അതുപോലെ തന്നെ എ മൈനസ് 2iയുടെ ഏഗൻ വാല്യൂ എന്തായിരിക്കും? 3 മൈനസ് 2 ആയിരിക്കും. അപ്പോൾ ആ സെയിം പ്രോപ്പർട്ടീസ് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് ആ കറസ്പോണ്ടിങ് മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂ കിട്ടും. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് ലാംഡ ഈസ് ആൻ ഏഗൻ വാല്യൂ ഓഫ് എ ദെൻ 1/λ ഈസ് ആൻ ഏഗൻ വാല്യൂ ഓഫ് എ ഇൻവേഴ്സ്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂ ആണ് 2 എങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഏഗൻ വാല്യൂ എന്തായിരിക്കും? 1/λ ദാറ്റ് ഈസ് 1/2 ആയിരിക്കും. അതുപോലെ തന്നെ അടുത്ത പ്രോപ്പർട്ടിയാണ് ഇഫ് ലാംഡ ഈസ് ആൻ ഏഗൻ വാല്യൂ ഓഫ് എ ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് a/λ ഈസ് ആൻ ഏഗൻ വാല്യൂ ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ. അഡ്ജോയിൻറ്റ് ഓഫ് എയുടെ ഏഗൻ വാല്യൂ ആയിരിക്കും ഡിറ്റർമിനൻറ്റ് ഓഫ് a/λ. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇഫ് ലാംഡ ഈസ് ആൻ ഏഗൻ വാല്യൂ ഓഫ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ് ദെൻ 1/λ ഈസ് ഓൾസോ ഇറ്റ്സ് ഏഗൻ വാല്യൂ. അതായത് ലാംഡ എന്ന് പറയുന്ന ഒരു ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂ ആണെങ്കിൽ 1/λയും അതിൻ്റെ ഒരു ഏഗൻ വാല്യൂ തന്നെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നത് ഏഗൻ വാല്യൂസ് ഓഫ് ട്രയാങ്കുലർ മെട്രിക്സ് ആർ ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് ആർ ഇറ്റ്സ് ഡയഗണൽ എലമെൻറ്റ്സ്. അതായത് ഒരു ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ആ കറസ്പോണ്ടിങ് ഡയഗണൽ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ദ സം ഓഫ് ഏഗൻ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് ഇസ് ദ സം ഓഫ് ഇറ്റ്സ് ഡയഗണൽ എലമെൻറ്റ്സ്. അതായത് ഒരു പർട്ടിക്കുലർ മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത്, ഏഗൻ വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് ആ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സം ആയിരിക്കും. അതായത് സം ഓഫ് ഏഗൻ വാല്യൂസ് λ1 + λ2 + λ3 എന്ന് പറയുന്നത് ആക്ച്വലി ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സമ്മിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ട്രേസ് ഓഫ് എ എന്നാണ് വിളിക്കുന്നത്. അതായത് സം ഓഫ് ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ട്രേസ് ഓഫ് ദാറ്റ് മെട്രിക്സ് ആയിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് ദ സം ഓഫ് ഏഗൻ വാല്യൂസ് അത് ഓൾറെഡി പറഞ്ഞു.
ദ പ്രോഡക്റ്റ് ഓഫ് ഏഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിരിക്കും. അതായത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ഏഗൺ വാല്യൂസ് ആണ് λ1, λ2, λ3 എങ്കിൽ λ1 ഇൻറ്റു λ2 ഇൻറ്റു λ3 എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയായിരിക്കും? ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടീസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ ഏഗൺ വാല്യൂസ് ഓഫ് എ സിമെട്രിക് മെട്രിക്സ് ആർ റിയൽ. അതായത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഏഗൺ വാല്യൂസ് എല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ദ ഏഗൺ വാല്യൂസ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ പ്യുവർലി ഇമാജിനറി ഓർ സീറോ. അതായത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ, അതായത് സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയിരിക്കും. അതിൻ്റെ ഏഗൺ വാല്യൂസ് എല്ലാം എന്തായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആവുന്നതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതിൻ്റെ എല്ലാ ഏഗൺ വാല്യൂസ് എന്തായിരിക്കും? പ്യുവർലി ഇമാജിനറി, ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 3i, അല്ലെങ്കിൽ 2i, ഇമാജിനറി നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് ലെറ്റ് λ1, λ2, എക്സെട്ര λk ബി ഡിസ്റ്റിങ്ക്റ്റ് ഏഗൺ വാല്യൂസ് ഓഫ് എ n/n മെട്രിക്സ്, then the corresponding eigenvectors x1, x2, etc. xk form a linearly independent set. അതായത് ഒരു n/n മെട്രിക്സിൻ്റെ ഏഗൺ വാല്യൂസ് ആണ് λ1, λ2, എക്സെട്ര λk. അത് ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സ് ആണെങ്കിൽ, അതായത് എല്ലാം ഡിഫറെൻ്റ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള λ1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടറിനെയാണ് നമ്മൾ x1 എന്ന് വിളിക്കുന്നത്. λ2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ x2 ആയിരിക്കും. അങ്ങനെ λkക്ക് അങ്ങനെ എക്സെട്ര xk വെക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതെല്ലാം കൂടെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഏഗൺ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, ഇഫ് 2 ഈസ് ആൻ ഏഗൺ വാല്യൂ ഓഫ്, നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് 3 - 1 1 -1 5 -1 1 -1 3. Without using its characteristic equation, find the other eigenvalues. Also find the eigenvalues of A cube, A transpose, A inverse, 5A, A minus 3i and adjoint of A. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഈ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ഏഗൺ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 2 ഈസ് ആൻ ഏഗൺ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞേക്കുന്നത്, നമ്മൾ സാധാരണ ഏഗൺ വാല്യൂസ് എങ്ങനെയായിരുന്നു ഒരു മെട്രിക്സ് എന്നാൽ കണ്ടുപിടിക്കുന്നത്? ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഏഗൺ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? വിത്തൗട്ട് യൂസിങ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ദ അതർ ഏഗൺ വാല്യൂസ്. അപ്പോൾ എന്തായിരിക്കും അവിടെ അപ്ലൈ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ കുറേ പ്രോപ്പർട്ടീസ് ഓൾറെഡി പഠിച്ചു. ആ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി ഏഗൺ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഒരു ഏഗൺ വാല്യൂ തന്നിട്ടുണ്ട്, 2 എന്ന് പറയുന്ന ഏഗൺ വാല്യൂ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ഇതിന് എത്ര ഏഗൺ വാല്യൂസ് ഉണ്ടാവും? 3/3 മെട്രിക്സ് ആയതുകൊണ്ട് അതിന് 3 ഏഗൺ വാല്യൂസ് ഉണ്ടാവും. അപ്പം നമുക്ക് ബാക്കി 2 ഏഗൺ വാല്യൂസും കൂടെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് ബാക്കി നമുക്ക് ഈ ഓരോ മെട്രിക്സിൻ്റെയും കൂടെ എന്ത് കണ്ടുപിടിക്കണം? ഏഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇതിൻ്റെ ഏഗൺ വാല്യൂസ് ആയിട്ട് 3 പേര്, ഇതിന് 3/3 മെട്രിക്സ് ആയിട്ട് അതിന് 3 ഏഗൺ വാല്യൂസ് ഉണ്ട്. ലെറ്റ് ദ ഏഗൺ വാല്യൂസ് ആർ λ1, λ2 ആൻഡ് λ3. അതിലൊരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2 ആണ്. അപ്പോൾ നമ്മൾ λ1 ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. ഇനി നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, സം ഓഫ് ഏഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് അല്ലേ? നമ്മുടെ പ്രോപ്പർട്ടി നമുക്കുണ്ടല്ലോ. ഏതായിരുന്നു പ്രോപ്പർട്ടി? ഇതുണ്ട്, ദ സം ഓഫ് ഏഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് λ1 പ്ലസ് λ2, സം ഓഫ് ഏഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടെ ആഡ് ചെയ്യും. λ1 പ്ലസ് λ2 പ്ലസ് λ3 ഈക്വൽ ടു, ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിന് സം എന്ത് വരും? 3 + 5 + 3 എന്ന് കിട്ടും. അല്ല, λ1ൻ്റെ വാല്യൂ 2 ആണ്. 2 പ്ലസ് λ2 പ്ലസ് λ3 എന്ന് പറയുന്നത് 11 കിട്ടും. ദാറ്റ് ഈസ് λ2 പ്ലസ് λ3 ഈക്വൽ ടു 9 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് λ2ലും λ3യിലുമുള്ള ഒരു റിലേഷൻ കിട്ടി. സിമിലർലി നമുക്ക് ഒരു പ്രോപ്പർട്ടിയും കൊണ്ടുണ്ട്, പ്രോഡക്റ്റ് ഓഫ് ഏഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് ഏഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ λ1 ഇൻറ്റു λ2 ഇൻറ്റു λ3 ഈക്വൽ ടു ആ പർട്ടിക്കുലർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ λ1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2 ഇൻറ്റു λ2 ഇൻറ്റു λ3 ഈക്വൽ ടു നമുക്ക് ഡിറ്റർമിനൻ്റ് വാല്യൂ 36 എന്ന് കിട്ടും. ദാറ്റ് ഈസ് λ2 ഇൻറ്റു λ3 ഈക്വൽ ടു 36/2 ഈക്വൽ ടു 18 എന്ന് കിട്ടും. അപ്പോൾ λ2ലും λ3യിലുള്ള 2 റിലേഷൻസ് നമുക്ക് കിട്ടിയല്ലോ. λ2 ഇൻറ്റു λ3 ഈക്വൽ ടു 18 എന്നും കിട്ടി, λ2 പ്ലസ് λ3 ഈക്വൽ ടു 9 എന്നും കിട്ടി. ഈ ഇക്വേഷനകത്ത് നമുക്ക് λ3 ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ λ2 എന്ന് എഴുതാം. ഓക്കെ,
ഇനി ഈ വാല്യൂ, ഈ ലാംഡ 3യുടെ ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനകത്തോട്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ലാംഡ 2 പ്ലസ് ലാംഡ 3ക്ക് പകരം 18 ഡിവൈഡ് ബൈ ലാംഡ 2 ഈക്വൽ ടു 9 എന്ന് കിട്ടും. ഇനി അതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യുമ്പോൾ ലാംഡ 2 സ്ക്വയർ പ്ലസ് 18 ഈക്വൽ ടു 9 ലാംഡ 2 കിട്ടും. ദാറ്റ് ഈസ് ലാംഡ 2 സ്ക്വയർ മൈനസ് 9 ലാംഡ 2 പ്ലസ് 18 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ ഇക്വേഷൻ ഡയറക്റ്റ്ലി സോൾവ് ചെയ്യാം. അപ്പോൾ ലാംഡ 2 ഈക്വൽ ടു 3 or 6 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലാംഡ 2 ഈക്വൽ ടു ആദ്യം 3 കൊടുത്തു. അപ്പോൾ ലാംഡ 3യുടെ വാല്യൂ നമ്മൾ ഈ റിലേഷൻ വെച്ചിട്ടുണ്ട് 18/3 ഈക്വൽ ടു 6 കിട്ടും. ഇനി ലാംഡ 2 ഈക്വൽ ടു 6 കൊടുത്താൽ ലാംഡ 3യുടെ വാല്യൂ 3 കിട്ടും. അപ്പോൾ നമ്മുടെ ബാക്കി ഈഗൺ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? ഈ 3ഉം 6ഉം ആയിരിക്കും. അപ്പോൾ ഓൾറെഡി 2 എന്ന് പറയുന്ന ഒരു ഈഗൺ വാല്യൂ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് 2 വാല്യൂസും കൂടെ കിട്ടി. ലാംഡ 2 ഈക്വൽ ടു 3 എന്നും കിട്ടി, ലാംഡ 3 ഈക്വൽ ടു 6 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ 3 ഈഗൺ വാല്യൂസ് ആയി. ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാമെന്ന്? എ ക്യൂബിൻ്റെ കണ്ടുപിടിക്കണം, എ ട്രാൻസ്പോസിൻ്റെ കണ്ടുപിടിക്കണം, എ ഇൻവേഴ്സ് വേണം, 5a, a-3 ഇതിൻ്റെ എല്ലാം കൂടി ഈഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം. അതെല്ലാം നമ്മൾ പ്രോപ്പർട്ടി വൈസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈഗൺ വാല്യൂസ് ഓഫ് എ ക്യൂബ് എന്തായിരിക്കും? എ ക്യൂബ് എന്ന് പറയുന്നത് അല്ല, ഫസ്റ്റ് 2 ക്യൂബ് 3 ക്യൂബ് 6 ക്യൂബ് എന്ന് വരും. അപ്പോൾ 8, 27, 216 എന്ന് കിട്ടി. അടുത്ത വേണ്ടത് ഈഗൺ വാല്യൂസ് ഓഫ് എ ട്രാൻസ്പോസ്. എയുടെയും എ ട്രാൻസ്പോസിൻ്റെ ഈഗൺ വാല്യൂസ് സെയിം ആണ്, നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ അത് സെയിം ഈഗൺ വാല്യൂസ് ആയിരിക്കും, 2, 3, 6 കിട്ടും. ഇനി ഈഗൺ വാല്യൂസ് ഓഫ് എ ഇൻവേഴ്സ് എന്താ? 1/λ ആയിരുന്നു. അപ്പോൾ 1/2, 1/3, 1/6 കിട്ടും. ഇനി ഈഗൺ വാല്യൂസ് ഓഫ് 5a എന്ന് പറയുന്നത് എന്തായിരുന്നു? 5 × 2 വരും, 5 × 3 ആൻഡ് 5 × 6 വരും. അത് ഇക്വേഷൻ സോൾവ് ചെയ്ത് എഴുതുക. അടുത്ത ഈഗൺ വാല്യൂസ് ഓഫ് a-3 എന്ന് പറയുന്നത് ലാംഡ -1 3, ലാംഡ 2 -3, ലാംഡ 3, അപ്പോൾ 2 -3, 3 -3, 6 -3 കിട്ടും. ഇനി ഈഗൺ വാല്യൂസ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് a/λ1, ഡിറ്റർമിനൻറ്റ് ഓഫ് a/λ2, ഡിറ്റർമിനൻറ്റ് ഓഫ് a/λ3. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈഗൺ വാല്യൂസ് കിട്ടും. ഓക്കെ, ക്ലിയർ ആയില്ലേ? സിമ്പിളാണ്. ആ പ്രോപ്പർട്ടീസ് എല്ലാം ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഈഗൺ വാല്യൂസ് തന്നിട്ട് ഒരു പർട്ടിക്കുലർ മെട്രിക്സ് വരും, അതിൻ്റെ ഒരു ഈഗൺ വാല്യൂ തന്നാൽ നമ്മൾ ആദ്യം സം ഓഫ് ഈഗൺ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക, പ്രോഡക്റ്റ് ഓഫ് ഈഗൺ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അത് രണ്ടും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി 2 ഈഗൺ വാല്യൂസ് കൂടെ കിട്ടും. പിന്നെ നമ്മൾ ഓരോ പ്രോപ്പർട്ടി വൈസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബാക്കി മെട്രിക്സിൻ്റെ ഈഗൺ വാല്യൂസും കിട്ടും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെയിം പാറ്റേണിലുള്ളൊരു പ്രോബ്ലം കൂടെ താഴെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. Okay, thank you.